തോട്ടം മേഖലയിലെ നിർധന കുരുന്നുകൾക്ക് പഠന സഹായമൊരുക്കി ബി.ജെ.പി. യുവമോർച്ച പീരുമേട് മണ്ഡലം കമ്മിറ്റി. തോട്ടം തൊഴിലാളികൾ കുട്ടികൾ പഠിക്കുന്ന വണ്ടിപ്പെരിയ ഡൈമൂക്ക് ലൂത്രൻ എൽ.പി. സ്കൂളിലെ കുട്ടികൾക്കാണ് പഠനോപകരണ വിതരണം ചെയ്തത്. ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AC സ്റ്റോറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി മുതൽ വണ്ടിപ്പെരിയാറിലും. ഏവർക്കും വണ്ടിപ്പെരിയാറിലെ AC സ്റ്റോറിന്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം. ഒരു അധ്യയന വർഷം കൂടി സമാഗതമാവുമ്പോൾ തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ശമ്പള ലഭ്യത കുറവ് അടക്കമുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയ ഡൈമോക്ക് ലൂത്രൻ എൽ.പി. സ്കൂളിലെ കുരുന്നുകൾക്ക് പഠന സഹായം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ബി.ജെ.പി. യുവമോർച്ച പീരുമേട് മണ്ഡലം ഭാരവാഹികൾ രംഗത്തെത്തിയത്. ഡൈമോക്ക് ലൂത്രൻ എൽ.പി. സ്കൂൾ ഹാളിൽ നടന്ന പഠനോപകരണ വിതരണ ഉദ്ഘാടന ചടങ്ങിൽ ബി.ജെ.പി. യുവമോർച്ച പീരുമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ വൈ സെൽവം സ്വാഗതം ആശംസിച്ച പരിപാടി ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വരുന്ന തോട്ടം മേഖലയിലെ പിഞ്ചോമനകൾക്ക് ചെറിയ കൈത്താങ്ങുമായാണ് യുവമോർച്ച നിലവിലുള്ളത്. ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു ബുക്ക് വിതരണം നടത്തുന്നതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലേറിയിരിക്കുകയും കേരളത്തിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനെയും സാറിനെയും ഒക്കെ ഇവിടെ കേന്ദ്ര സഹമന്ത്രിയായി തീരുമാനിക്കുകയും ചെയ്തിരിക്കുക. അപ്പോൾ കേരളത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുവാൻ വേണ്ടിയിട്ട് ഈ 3ാം മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിൽ 2 മന്ത്രിമാരെ ലഭിച്ചിരിക്കുന്നത്. ലൂത്രൻ എൽ.പി. സ്കൂൾ മുൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ വൈ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. ഡൈമോക്ക് ബൂത്ത് പ്രസിഡന്റ് എൻ. രാജൻ, ന്യൂനപക്ഷ മോർച്ച ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് പി. സൈമൺ, യുവമോർച്ച ഭാരവാഹികളായ പി. മണികണ്ഠൻ, സി. സുരേഷ്, അജേഷ് പി.എസ്., തങ്കരാജ്, ഡെന്നിസ് വൈ ജോർജ്, അധ്യാപകൻ ഷീൻ ബി.ജെ. തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.